ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അന്യാണ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാക്കണത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ റെസിപ്പിയും ഒക്കെ ആയിട്ടാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് സബോളയൊക്കെ ആയിട്ട് സ്റ്റൂ ആണ് വയ്ക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഗ്രീൻ ബീൻസും ക്യാരറ്റൊക്കെ ഇടും. ഇന്നിപ്പോൾ അത് ഈ ഉരുളക്കിഴങ്ങ് സബോളയും മാത്രം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. വെള്ളയപ്പത്തിനുള്ളത് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ചാണ് വയ്ക്കുക വീട്ടിൽ. പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് ഒരു നാഴി പച്ചരി ഇടും, ഒരു കുഞ്ഞ പിടി, ഒരു 10-20 മണി എന്ന് പറയണ പോലെ ഉഴുന്നിടും. എന്നിട്ടത് വൈകുന്നേരം വരെ വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം 4-5 മണിക്ക് ആകുമ്പോൾ റവ കുറുക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ റവ ഇട്ട് കുറുക്കി അതിൽ ഒരു പിടി നാളികേരവും ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് ഉപ്പും ചേർത്ത് അരച്ച് വയ്ക്കും. പിറ്റേ ദിവസം രാവിലത്തേക്ക് നല്ല വീർത്ത് വന്നിട്ടുണ്ടാവും. നല്ല സൂപ്പർ വെള്ളയപ്പമായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള സ്റ്റൂ ഇങ്ങനെയാണ്: ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് അരമുറി തേങ്ങയുടെ നാളികേരപ്പാൽ ഒഴിക്കും. ഒറ്റ പാലേ ഒഴിക്കുള്ളൂ, 1-ാം പാൽ 2-ാം പാലൊന്നൊന്നുമില്ല. വെന്തതിന് ശേഷമാണ് അതൊന്ന് അങ്ങനെ പൊന്തി വരുമ്പോൾ, തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ആവി കയറിയ പോലെ ആവാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഉടച്ച് ചേർത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ സ്റ്റൗവിൽ വയ്ക്കരുത്, അങ്ങനെ തന്നെ പാത്രത്തിലേക്ക് മാറ്റുക. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. അഥവാ നിങ്ങൾ ചെയ്യാറില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ സ്റ്റൂവും മട്ടൺ സ്റ്റൂവും ഒക്കെ പലരും ഉണ്ടാക്കാറുണ്ടാവും, ഈ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാലും എൻ്റെ രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വെള്ളപ്പം അരച്ചത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വരും എന്നാണ് എൻ്റെ വിശ്വാസം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അത്. എനിക്ക് ഇൻഡാലിയത്തിൻ്റെ ഉണ്ട് കേട്ടോ, അതും നല്ല മയക്കത്തിൽ തന്നെയാണ്. ഒന്നും പിടിക്കുകയൊക്കെ ചെയ്യാതെ അത് കിട്ടും. എന്നാലും ഇത് എളുപ്പത്തിലാവുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്, പ്രത്യേകിച്ച് ഗ്യാസ്. അതുകൊണ്ടാണ് കേട്ടോ. ഒറ്റ കയ്യിൽ ഒഴിക്കുള്ളൂ കേട്ടോ, 2 കയ്യിലൊന്നും ഒഴിച്ച് കട്ടിക്ക് ഉണ്ടാക്കില്ല. കനം കുറച്ചിട്ട് ഇതേപോലെ അരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം അധികം ചേർക്കരുത്. ഈ ഉഴുന്നിലും ഇതിലൊക്കെ വെള്ളം ഒഴിച്ചിടുമ്പോൾ തന്നെ അതിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും. ഇതിലേക്കൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസിലായിരിക്കണം. അങ്ങനെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാവും. ഇതേപോലെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പൊടി വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്രയ്ക്കും നന്നായി വരാറില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോസിനുള്ള പ്രോത്സാഹനം. ഇനി ഇങ്ങോട്ട് ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇടണമെന്നാണ്, ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ചായ എനിക്ക് ഞാൻ മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടൈമിലാണ് ചായ കുടി. അത് കാരണം ഞാൻ ഒരു ഗ്ലാസ്സേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്തിട്ടാണ് ചായ വയ്ക്കുന്നത്. ഞാൻ പഞ്ചസാരയും ചായയിൽ ഇതേപോലെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഒന്ന് വളരെ ചെറുതാക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഇതേപോലെ തിളപ്പിച്ച് വേവിക്കും. ഈ ചായക്കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, പാലും ചായയിലും ഒക്കെ ഇങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ആ ഒരു ചായക്ക് ഒരു ടേസ്റ്റ് വേറെയാണ്. പെട്ടെന്ന് ഇറക്കുമ്പോഴത്തേക്കാളും കുറച്ച് നേരം അങ്ങനെ വേവിച്ച് എടുക്കുന്നതിന് ടേസ്റ്റ് വേറെയാണ്. എനിക്ക് അങ്ങനത്തെ ചായ ഇഷ്ടം. വല്ലപ്പോഴാണ് പാൽ ചായ കുടിക്കുള്ളൂ വീട്ടിൽ. കട്ടൻ ചായ തന്നെയാണ് അധിക ദിവസങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അത് നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇഷ്ടമായില്ലെന്നോ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിക്കൂ. ഇതേപോലെ ചെയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തൊരു മഹാനുഭാവനോ എന്തൊരു
കുട്ടികളെ പോലെ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചോറ് പറ്റാൽ ഇത്തിരിയൊക്കെ പുറത്തേക്ക് പോകും. എന്താണെന്നറിയില്ല, എത്ര ശ്രമിച്ചാലും മിക്കവാറും പോവും.